ഗൈസ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു KTM Duke 200 നമ്മൾ അസംബിൾ ചെയ്യുന്നത്. നമുക്കപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഫ്രെയിം ഒക്കെ നമുക്കൊന്ന് ഈ ഒരു റാപ്പിംഗ് ഒക്കെ മാറ്റി സെറ്റാക്കി വെക്കാം. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പൗഡർ കോട്ടിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്കായിട്ട് വരുന്നത് പൗഡർ കോട്ടിംഗ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഓണറിനും കംപ്ലീറ്റ് സ്റ്റോക്ക് സെറ്റപ്പിൽ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പ്രോസസ് എടുത്തത്. പിന്നെ നമ്മളിപ്പോൾ നോർമലി പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഡിഫക്ട്സ് ഉണ്ട്. കാര്യം നമ്മളിപ്പോൾ നട്ടൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ഇളക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അവിടുത്തെ പെയിൻറ്റ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ പൗഡർ കോട്ടിംഗ് ആകുമ്പോഴത്തേക്കും പോകില്ല എന്നല്ല, പക്ഷേ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ കോൺസെപ്റ്റ് ഗ്രീസ് ചെയ്യാണ്. റോയൽ എൻഫീൽഡിൻ്റെ വാട്ടർ പ്രൂഫ് ഗ്രീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടീ സ്റ്റമ്പ് കയറ്റും, എന്നിട്ട് ബാക്ക് ഫ്രെയിം കയറ്റിയിട്ട് സ്വിങ്ങാമ്പ് കയറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സസ്പെൻഷനും കയറ്റി ഫ്രണ്ട് ഫോർക്കും ബാക്ക് വീലും, ഇത്രയാണ് ഫസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. എഞ്ചിനാണ് ഫസ്റ്റ് കയറ്റേണ്ട, പക്ഷെ നമ്മൾ എഞ്ചിൻ ആദ്യമേ ചെയ്യാനില്ല. കാരണം അവിടെ അതിൽ കുറച്ച് വർക്ക് പെൻഡിങ് കിടപ്പുണ്ട്. അപ്പോൾ ആ KTM വണ്ടിയുള്ള എഞ്ചിൻ തറ വെച്ച് ചെയ്യാനാണ് കുറച്ചും കൂടെ ഈസി. അപ്പം അതുകൊണ്ട് അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ സ്വിങ് ഇതിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ റൈഡിലെ സസ്പെൻഷനൊക്കെ സെറ്റാക്കി. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിലെ ഫോക്സും സെറ്റ് ചെയ്ത് വീൽസും ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. പിടിച്ചേക്കോ, കൈ കഴിക്കണേ പറയണേ. ഇതിപ്പോൾ ഇല്ല ഞാൻ തുടച്ചോട്ടെ. ഓക്കെ, എടുത്തു. ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ ഇതുപോലെ ബൈക്ക് കംപ്ലീറ്റ് ഡിസ്പാൻഡ് ചെയ്തിട്ട് ഫുള്ളി സെറ്റ് ചെയ്യാൻ നിൽക്കുന്നത്.
രസമാണ് കേട്ടോ കണ്ടിരിക്കുന്നത്. ഇതിന്റെ സ്റ്റോക്ക് ഡിസ്ക് റോട്ടർ വരുന്നത് 300 mm ആണ്. നമ്മളത് അപ്ഗ്രേഡ് ചെയ്ത് 320 mm ഡിസ്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. ഞാനിതൊന്ന് അൺറാപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇതാട്ടോ 320 mm ഫ്രണ്ട് ഡിസ്ക്. അപ്പൊ ഇത് നമുക്ക് അതിൽ സെറ്റ് ചെയ്യാം. റോട്ടറിന്റെ സൈസ് കൂട്ടുമ്പോഴേ നമ്മുടെ കാലിപ്പറിന്റെ എക്സ്റ്റൻഷൻ ഉണ്ട്, എക്സ്റ്റൻഷൻ ഉണ്ട്. കുറച്ചും കൂടെ പൊക്കും. ശക്കല പൊക്കും. ഇതിലെടുത്ത് RP എഞ്ചിൻ കയറ്റി വിട്ടാറോ? ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു ഡേ കൊണ്ട് നമ്മൾ സെറ്റ് ആക്കിയത് ഇത്രയായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോൾ ബാക്കി അടുത്ത ദിവസം ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. പിന്നെ ഇതിൽ നമ്മൾ TFT സ്ക്രീൻ ഇനിയിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് TFT സ്ക്രീൻ വരാത്ത മോഡലാണ്. ഇത് Gen 2 Duke 390 സ്വിച്ച് സെറ്റ് ആണ്. അപ്പോൾ കസ്റ്റമറിന് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ Gen 3 സജസ്റ്റ് ചെയ്തു, പക്ഷേ Duke ഇത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അതും സെറ്റ് ആക്കിയിട്ടുണ്ട്. എടാ, പിന്നെ ഇതിന്റെ വയറിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ജസ്റ്റ് പ്ലഗ് ഉണ്ടായല്ലേ? വണ്ടിയുടെ വയറിംഗ് കിറ്റൊന്നും ചെയ്തിട്ടില്ല. സ്വിച്ചിന്റെ വയറെല്ലാം കട്ട് ചെയ്തിട്ട് ഇതിനു വേണ്ടി എല്ലാം ഓയിൽ റേവിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേക്ക് ആയാലും അതിനൊക്കെ ചെയ്തെടുത്തേക്കണം. ഓക്കെ. ഡിസ്പ്ലേയുടെ ഇവിടെ മാത്രം കണക്ടർ കിട്ടാത്തതുകൊണ്ട് നമ്മൾ എല്ലാം കൂടെ ലൈൻ എടുത്തിട്ട് ഗ്ലൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് സിലിക്കോൺ ആണത്. ഓക്കെ. ഇത് നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഇൻ കേസ് എന്തെങ്കിലും ആവശ്യത്തിന് ഇളക്കണമെങ്കിൽ പോലും ഇവിടെ ബുദ്ധിമുട്ടുണ്ട്. ഈ സോക്കറ്റ് മാത്രം ഇളക്കിയാൽ. ഓക്കെ. ഈ ബൈക്കിന്റെ ബാക്കി അപ്ഡേറ്റ്സ് നമുക്കിനി പാർട്ട് 2 കാണാം.